നമസ്കാരം. US സൈനികരെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട ഇറാന്റെ വൻ സൈബർ ആക്രമണം. പശ്ചിമേഷ്യൻ മേഖലയിലെ പഴയ ആശയവിനിമയ ശൃംഖലകളിലെ സുരക്ഷാ പിഴവുകൾ മുതലെടുത്ത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഫോൺ ലൊക്കേഷനുകൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയതായിട്ടാണ് പുതിയ വിവരം. മൊബൈൽ സുരക്ഷാ ഗവേഷകരുടെ കൂട്ടായ്മയായ മൊബൈൽ സർവൈലൻസ് മോണിറ്ററാണ് ഈ വിവരം പുറത്തുവിട്ടത്. പശ്ചിമേഷ്യയിൽ റോമിംഗിലുള്ള ചില പ്രത്യേക ഫോണുകളുടെ ലൊക്കേഷൻ കണ്ടെത്താനായി പ്രാദേശിക ടെലികോം ശൃംഖലകളിലേക്ക് അസാധാരണ വിധം സന്ദേശങ്ങൾ എത്തിയതായി ഗവേഷകർ കണ്ടെത്തി. ഇത് കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഏകോപിത സൈബർ ആക്രമണത്തിന്റെ ഭാഗമാണെന്ന് ഗവേഷണ സ്ഥാപനത്തിന്റെ സ്ഥാപകനും പ്രമുഖ സൈബർ സുരക്ഷാ വിദഗ്ധനുമായ ഗാരി മില്ലർ ദി ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തി. US-ഇസ്രയേൽ സഖ്യം ഇറാന് നേരെ യുദ്ധമുന്നൊരുക്കങ്ങൾ തുടങ്ങിയ ഫെബ്രുവരി അവസാനം മുതൽ ഈ നിരീക്ഷണങ്ങൾ ശക്തമായിരുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായത്. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ 10,000-കണക്കിന് US സൈനികരാണ് ക്യാമ്പ് ചെയ്യുന്നത്. ബഹ്റൈനിലെ ടെലികോം ശൃംഖലകളിലേക്ക് ലക്ഷ്യമിട്ട ഫോണുകളുടെ സ്ഥാനം തിരിച്ചറിയാനായി SS7 പിങ്സ് എന്നറിയപ്പെടുന്ന രഹസ്യ ചോദ്യങ്ങൾ പ്രവചിച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ഫോണിന്റെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ ആഗോള ടെലികോം നെറ്റ്വർക്ക് വഴി അയക്കുന്ന ഒരു സന്ദേശമാണിത്. മൊബൈൽ കമ്പനികൾ തമ്മിലുള്ള റോമിംഗ് കരാറുകളിലെ ലൂപ്പ് ഹോളുകൾ മുതലെടുത്താണ് ഇറാനും അവരുടെ സഖ്യകക്ഷികളും ചോർത്തൽ നടത്തിയത്. ഉപയോക്താക്കളുടെ തത്സമയ ലൊക്കേഷൻ വിവരങ്ങൾ കൃത്യമായി ചോർത്താനുള്ള സാങ്കേതിക ശേഷി ഇറാന് നിലവിലുണ്ട്. അമേരിക്കൻ വരിക്കാരെ നിരീക്ഷിക്കാൻ അവർ ഈ മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നതിൽ സംശയമില്ലെന്ന് സൈബർ ഗവേഷകനായ ഗാരി മില്ലർ ചൂണ്ടിക്കാട്ടുന്നു. ലൊക്കേഷൻ വിവരങ്ങൾ തത്സമയം ചോർത്താനുള്ള ശേഷി ഇറാൻ ഉണ്ടെന്നും ചോർത്തപ്പെട്ട സിഗ്നലുകളിൽ ചിലത് ഇറാനിയൻ മൊബൈൽ ഓപ്പറേറ്ററുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃത്യമായി ചില ഉപകരണങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കമെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. യുദ്ധസമയത്ത് ഇറാഖിലും US 5-ാം കപ്പൽ പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിലും അമേരിക്കൻ ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ഹോട്ടലുകൾക്ക് നേരെ സായുധ സംഘങ്ങളുടെ സഹായത്തോടെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ലൊക്കേഷൻ ചോർത്തൽ ഇറാന്റെ സൈബർ യുദ്ധശേഷിയിലെ വലിയ മുന്നേറ്റമാണ് കാണിക്കുന്നതെന്നും ഇത് വലിയ ഭീഷണിയാണെന്നും US ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ഗവേഷകയായ നികിത ഷാ ചൂണ്ടിക്കാട്ടുന്നു. ഫോണുകളിലെ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അഡ്വർടൈസിംഗ് ID വഴിയും ലൊക്കേഷൻ ചോർത്താൻ സാധിക്കും. ശത്രുരാജ്യങ്ങൾ ഈ വഴി ഉപയോഗിച്ച് US സൈനികരെ പിന്തുടരുന്നത് അമേരിക്കൻ ജനപ്രതിനിധികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ ഫോണുകൾക്ക് നൽകുന്ന അഡ്വർടൈസിംഗ് ID ഉപയോഗിച്ച് ഒരു പ്രത്യേക ഫോണിന്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉപകരണങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നത് വർഷങ്ങളായി സാധ്യമാകുന്ന കാര്യമാണ്. ഡിജിറ്റൽ പരസ്യ സാങ്കേതിക വിദ്യ നമ്മുടെ സൈന്യത്തെ വലിയ അപകടത്തിലാക്കുകയാണെന്ന് US സെനറ്റർ റോൺ വൈഡൻ മുന്നറിയിപ്പ് നൽകി. ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നതിനായി ഇറാൻ ഇത്തരം ഫോൺ നെറ്റ്വർക്ക് സിഗ്നലുകൾ ഉപയോഗിക്കുന്നത് അവരുടെ സൈബർ യുദ്ധശേഷിയിലുണ്ടായ വലിയ പുരോഗതിയാണ് കാണിക്കുന്നതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. US ഉദ്യോഗസ്ഥർക്ക് ഈ മുന്നറിയിപ്പ് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. US സർക്കാർ ജീവനക്കാരുടെ ഡിജിറ്റൽ വിവരങ്ങൾ ടെക് കമ്പനികൾ വിൽക്കുന്നത് തടയാൻ കർശന നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് പാറ്റ് ഹാരിഗൻ വ്യക്തമാക്കി. ഫോൺ ലൊക്കേഷനുകൾ ശത്രുക്കൾ ദുരുപയോഗം ചെയ്യുന്നതായി നിരവധി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് US കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ തങ്ങളുടെ സേനയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി. അതേസമയം ആക്രമണങ്ങൾ വിജയിച്ചതിന് പിന്നിൽ ലൊക്കേഷൻ വിവരങ്ങൾ ചോർന്നതാണെന്ന വാദം പൂർണ്ണമായും ശരിയല്ലെന്നാണ് US ഔദ്യോഗിക വൃത്തങ്ങളുടെ പ്രതികരണം.